വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ 3ാം ക്ലാസ്സിലാണ് കുട്ടികളിരിക്കുന്ന ബെഞ്ചിനോട് ചേർന്നുള്ള മേശയ്ക്ക് മുകളിൽ കൂട് കെട്ടി 2 മുട്ടകളിട്ട് അടയിരുന്ന ചങ്ങാതിപ്രാവ് അമ്മയായത്. മുട്ടകളിട്ട് അടയിരിക്കാൻ തുടങ്ങിയ പ്രാവിന് സംരക്ഷണമൊരുക്കിയ കുട്ടികളും അധ്യാപകരും ഏറെ സന്തോഷത്തിലാണ്. കുട്ടികളുടെയും അധ്യാപകരുടെയും കാത്തിരിപ്പിനൊടുവിൽ മുട്ടകൾ വിരിഞ്ഞു. ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികളുടെ സംരക്ഷണത്തിൽ കഴിയുന്ന കുട്ടികൾക്ക് തീറ്റയ്ക്കായി അമ്മപ്രാവ് പുറത്തേക്ക് പോകുമ്പോഴാണ് കുഞ്ഞിപ്രാവുകളുടെ കളി തുടങ്ങുക. തുടർന്ന് അമ്മപ്രാവ് വന്നു കഴിഞ്ഞാൽ പരിഭവം പറഞ്ഞ് ചൂടിനായി അമ്മയുടെ മടിത്തട്ടിലേക്ക് കയറിയൊളിക്കും. ഈ നേർക്കാഴ്ചയുടെ പാഠം വിദ്യാർത്ഥികൾക്ക് കൗതുക കാഴ്ചയായി. പ്രാവിന്റെ മുട്ട വിരിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. മിന്നാന്നാണ് അത് വിരിഞ്ഞത്. അപ്പോ 2 എണ്ണം ഉണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. അമ്മയുടെ കരുതലും സ്നേഹവും ക്ലാസ് മുറിയിൽ പഠിക്കുമ്പോഴും കുട്ടികൾക്ക് ഇതൊരു അനുഭവ പാഠമായെന്ന് അധ്യാപകരായ സ്മിത, ദീപ എന്നിവർ പറഞ്ഞു. പ്രാവ് അടയിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ക്ലാസ്സിൽ ഇരുന്നിരുന്നത്. എല്ലാവരും മുട്ട വിരിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. തിങ്കളാഴ്ച മുട്ട വിരിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിലാണ്. തല്ലുകൂടലുകളൊക്കെ കാണാനുണ്ടായിരുന്നു. ഇന്നലെ അമ്മപ്രാവ് പറന്നു പോയ സമയത്ത് 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ വ്യക്തമായി കണ്ടു. വളരെ കൗതുകം തോന്നി 2 കുഞ്ഞുങ്ങളെയും കണ്ടു. സ്കൂളിൽ കുട്ടികൾക്കായി പ്രാവ്, മുയൽ, താറാവ്, കോഴി, അരയന്നം തുടങ്ങിയവയെ വളർത്തുകയും സ്കൂളിനെ പ്രകൃതിയുടെ മനോഹാരിതയായി മാറ്റിയിട്ടുണ്ട്. കുട്ടികൾക്കായി പാർക്കും ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ മുറിയിലെ ചങ്ങാതി അമ്മപ്രാവിനെയും കുട്ടികളെയും കാണാൻ ചേലക്കര MLA UR പ്രദീപും എത്തിയിരുന്നു. കൗതുകരമായ മറ്റൊരു കാഴ്ച ഇവിടെ വന്നപ്പോൾ കാണാനുണ്ടായി. കഴിഞ്ഞ ദിവസം പത്രങ്ങളിലും മാധ്യമങ്ങളെല്ലാം വന്ന ഒരു വാർത്ത തന്നെയാണിത്. നമ്മുടെ സ്കൂളിലെ ഒരു ക്ലാസ് റൂമിനകത്ത് കുട്ടികൾ എല്ലാ ദിവസവും ക്ലാസ് നടക്കുന്ന ആ ക്ലാസ്സിന്റെ ബ്ലാക്ക് ബോർഡിന്റെ അരികിൽ ഒരു ബെഞ്ചിന്റെ മേശപ്പുറത്ത് പ്രാവ് കൂട് കൂട്ടി മുട്ടയും വെച്ച് മുട്ട വിരിച്ച് കുട്ടികളുമായി ഈ ക്ലാസ്സിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കൗതുക കാഴ്ച തന്നെയാണ്. ഈ കാഴ്ച കാണുന്നത് തന്നെയാണ്. അത് ആ പ്രാവിന് പോലും പേടിയില്ലാതെ ക്ലാസ് റൂമിനകത്ത് ചെയ്യാറില്ല. കുട്ടികള് അത്ര അച്ചടക്കമുള്ളവരാണെന്ന് പ്രാവിന് പോലും ബോധ്യപ്പെടുന്ന ഒരു വാർത്തയാണ്, സന്ദേശമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ സ്കൂള് നമ്മുടെ മിണ്ടാപ്രാണികളെ ധാരാളം സ്നേഹിക്കുന്ന ഒരു സ്കൂളും സ്കൂളിലെ കുട്ടികൾക്ക് അതനുസരിച്ച് പഠിപ്പിക്കുന്ന ഒരു സ്കൂളും കൂടെയാണ്. അതുകൊണ്ട് ഈ സ്കൂളിന്റെ അന്തരീക്ഷം മനസ്സിലാക്കിയാണ് പ്രാവ് പോലും ക്ലാസ് റൂമിനകത്ത് വന്ന് മുട്ട വിരിച്ച് കുട്ടികളെ ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും കുട്ടികളും അത് ഒരു കുടുംബത്തിൽ വന്ന ഒരു അതിഥി പോലെയാണ് കുട്ടികളും അവരെ സംരക്ഷിക്കുന്നത്. എന്തായാലും ഒരു സന്തോഷം തോന്നുന്ന നിമിഷം തന്നെ.